എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ നീച്ചിട്ട് ബെഡൊക്കെ സെറ്റാക്കി. അപ്പോൾ ഇന്ന് വേറൊന്നുമില്ല, കുറേ വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഒന്ന് പ്രൊഡക്റ്റീവായ ഒരു ഡേ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഞാനും പ്രൊഡക്റ്റീവ് ഒരു വീഡിയോയും കാണും. ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ 2 ടാസ്ക് ചെയ്തു. ഒരു തംബ്നെയിൽ എഡിറ്റ് ചെയ്യാനൊരു വോയിസ് ഓവർ എടുക്കണം. അപ്പോൾ അത് രണ്ടുമായിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന പ്രോസസ്സ് ഭയങ്കര മോട്ടിവേറ്റിങ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ് ടു ഡു ലിസ്റ്റിൽ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളത്. പിന്നെ ആസ് ഓൾവേസിൻ്റെ ടേബിൾ ഭയങ്കര മെസ്സാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, എന്നാലേ നമുക്ക് പണിയെടുക്കാനുള്ള ഒരു മെയിനായിട്ട് എഴുതാനൊക്കെയാണ്. അപ്പോൾ അതിന് ഒന്ന് ക്ലീൻ ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ആ ഓൾഡ് ഡ്രോയിങ് ബുക്കിൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടി. 2022 അത്. അപ്പോൾ ഓരോ മൊയന്ത് ഡ്രോയിങ്സൊക്കെ ഉണ്ട്, വെറുതെ ഇങ്ങനെ വരച്ച് വെച്ച കുറേ ഉണ്ട്. ഇതിലേറുണ്ട്. ഞാൻ ഭയങ്കര ടോക്കിയോ റിവെഞ്ചേഴ്സിൻ്റെ ഫാനായിരുന്നു. അപ്പോൾ അതിലെ ക്യാരക്ടേഴ്സിനൊക്കെയാണ് വരച്ച് വെച്ചിരുന്നത്. ഞാൻ ഇപ്പോൾ കുറച്ചായി ഡ്രോയിങ്സൊക്കെ ചെയ്തിട്ട്, അപ്പോൾ അത് കാണുമ്പോൾ ഒന്ന് വരക്കണം എന്ന്. ഇത് ഞാൻ ഉദ്ദേശിച്ചിട്ടാണ് അത് വരച്ച് വെച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല കഴിച്ചു. പിന്നെ ഒരു ടേബിളിൽ എന്തൊക്കെ കുറച്ച് പൊടി കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ തട്ടിക്കളഞ്ഞു. ഭയങ്കര പൊടിയൊന്നുമില്ല, ജസ്റ്റ് ഒരു പൊടിയുണ്ട്. ഇനി നമുക്ക് കുറച്ച് നോട്ട് എഴുതാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ടാസ്ക്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ തന്നെ മാത്സ് ആണ് തുടങ്ങിയത്. ഞാൻ ഇങ്ങനെ നോട്ട് എഴുതുമ്പോൾ കുറച്ചുള്ളതിമെന്നാണ് ഇങ്ങനെ തുടങ്ങുക. അപ്പോൾ മാത്സ് കുറച്ചുള്ളായിരുന്നു. അപ്പോൾ മാത്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ടാവും, ഓരോ കാക്കൻ്റെതും കിളിൻ്റെതൊക്കെ. അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കണം. നോട്ട് എഴുതുന്നത് വൃത്തിയില്ലാത്ത ഹാൻഡ് റൈറ്റിങ്ങിലാണെങ്കിലും ആ ചാപ്റ്ററിൻ്റെ പേര് ഞാൻ നല്ല ടൈം എടുത്ത് സെറ്റാക്കിയിട്ടേ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് നമുക്ക് എടുക്കുന്നത് പാരഥമെറ്റിക് സീക്വൻസിൻ്റെ ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് നോട്ട്സ് ഞാൻ വരാത്ത ദിവസത്തതുണ്ട്, അതാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനൊരു ബിഗ് ടൈം പ്രൊക്രാസ്റ്റിനേറ്ററാണ്. എനിക്ക് എല്ലാതും ഇങ്ങനെ പിന്നേക്കൊക്കെ മാറ്റി വെക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതില്ലെങ്കിലും പാടില്ല, 10ാം ക്ലാസ്സാണ്, ഇല്ലെങ്കിലുമൊക്കെ അപ്പോൾ ചെയ്യണം എന്നുള്ള കാരണം കൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ചെയ്യാൻ തുടങ്ങി. അത് നല്ലൊരു ഹാബിറ്റാണ്. അപ്പോൾ നിങ്ങളും എൻ്റെ പോലെയാണ് ഭയങ്കര പ്രൊക്രാസ്റ്റിനേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി നോട്ട് ചെയ്ത് അങ്ങനെ എഴുതി മാത്സ് ഡൺ. ഈ ഫിസിക്സിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, അതാകെ ഒരു പേജിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അതാണ് ചെയ്യുന്നത്. അത് ട്യൂഷനിൽ ഇങ്ങനെ ചെയ്തതാണ്, ടെക്സ്റ്റിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചത്. അപ്പോൾ ഞാൻ ഒന്ന് നോട്ടൊക്കെ എഴുതാമെന്ന് വിചാരിച്ചു. നോട്ട് എഴുതാൻ പറഞ്ഞു, അതുകൊണ്ട് നോട്ട് എഴുതാം. അല്ലെങ്കിൽ ഞാൻ എഴുതും. ഇങ്ങനെ എഴുതണ്ടെന്ന് പറഞ്ഞതൊക്കെ നോട്ടൊക്കെ എഴുതണത് ഒരു സമാധാനം. എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എനിക്ക് നോട്ടൊക്കെ എഴുതണം. അപ്പോൾ എഴുതണ്ടെന്ന് പറഞ്ഞ ചാപ്റ്ററൊക്കെ ഞാൻ ഇരുന്ന് എഴുതും. ചില സമയത്ത് എഴുതണം എന്ന് പറഞ്ഞ സാധനം എഴുതാൻ ഭയങ്കര വേണ്ടിയിരിക്കാരം, എഴുതണ്ടെന്ന് പറഞ്ഞതൊക്കെ ഞാൻ എഴുതും ചെയ്യും. അങ്ങനെ ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനത്തെ ബാഡ് ഹാബിറ്റ്സൊക്കെ മാറ്റി നല്ല കുട്ടിയാവാനാണ് പ്ലാൻ. 10th ഗ്രേഡ് ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ചീഞ്ഞ സ്വഭാവങ്ങളൊക്കെ മാറ്റി നല്ല സ്വഭാവങ്ങൾ മാത്രം എടുക്കുക. അതുകൊണ്ട് ആ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ആ പ്ലാൻ ഉണ്ടെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ് ടുഗെദർ ഗൈസ്. ഞാൻ അങ്ങനെ 10th ഗ്രേഡേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയുള്ള അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഹിസ്റ്ററിൻ്റെ കുറച്ച് നോട്ട് എഴുതാനുണ്ട്. ആ ചാപ്റ്റർ നമ്മളോട് എഴുതണം. ഒരു ചാപ്റ്ററും ഹിസ്റ്ററിയിൽ നമ്മളോട് ട്യൂഷനിൽ അങ്ങനെ എഴുതണം എന്ന് പറയാറില്ല കേട്ടോ. നമുക്ക് എഴുതാതെ പഠിക്കാം, എഴുതേണ്ടവർക്ക് എഴുതിയിട്ടും പഠിക്കാം. അപ്പോൾ ഞാൻ എഴുതാറുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ആ ചാപ്റ്ററിൻ്റെ എന്നോ എഴുതി വെച്ചതാണ്. സാറ് എഴുതി തുടങ്ങിയപ്പോൾ എഴുതി വെച്ചതാണ്, ബുക്ക് കിട്ടണ മുന്നേ. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ സ്വന്തമായിട്ട് എഴുതാൻ നിന്നിട്ടില്ല ക്ലാസ് എടുക്കുന്ന സമയത്ത്. അപ്പം ഞാൻ ചാപ്റ്റർ തീർന്നു. അപ്പം എന്നെങ്കിലും അത് തുടങ്ങി അത് എഴുതി വെക്കണം, കാരണം ഞാൻ അധികം നോട്ട് നോക്കിയിട്ടാണ് പഠിക്കുക. അപ്പോൾ കുറച്ച് നേരമൊക്കെ എഴുതി, പിന്നെ എനിക്ക് മടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് നേരത്തിന് നിർത്തിപ്പോയി. ഇപ്പോൾ ഫിസിക്സും മാത്സും ഇപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ആയി. അപ്പോൾ 2 ടാസ്ക് തീർന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ഇത് ആക്ച്വലി കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോയി. വൈകുന്നേരം ചായ മസ്റ്റാണ്. ആ ബിസ്ക്കറ്റ് ഒരു ടേസ്റ്റുള്ളിന് വയസ്സ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ കുറച്ച് ന്യൂസൊക്കെ കണ്ടു. കോഴിക്കോട് എന്തോ തീ പിടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ഹിസ്റ്ററിക്ക് വീണ്ടും കടന്നു വന്നു. കാരണം ഹിസ്റ്ററി കുറേ ഉണ്ട്, അതങ്ങനെ തീരാനൊന്നും പോകണില്ല പെട്ടെന്ന്. അപ്പോൾ അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വലിയ ബോറടിയൊന്നും തോന്നില്ല, കാരണം എനിക്ക് ഹിസ്റ്ററി ഇഷ്ടമാണ്. പക്ഷേ ചില സമയത്ത് ഇഷ്ടപ്പെടാറില്ല. പക്ഷെ എന്നാലും എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ചോദിച്ചാൽ അത് ഹിസ്റ്ററി ആയിരിക്കും. യാ
നേരം എഴുതി തീർന്നിട്ടൊന്നുമില്ല. ടൈം ലാപ്സിലിട്ടിട്ട് വല്ലാതെ അറിയണില്ല, കുറേ നേരം എഴുതിയിരുന്നു. പിന്നെ എൻ്റെ അമ്മമ്മ എനിക്ക് മുസമ്പിയോ അതിന് പറയാം, ആ സാധനം കൊണ്ടുവന്നു. അത് ഉപ്പിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഉപ്പിട്ട് കഴിക്കാൻ. അതിൻ്റെ ശേഷം ഞാൻ ഹിസ്റ്ററിക്ക് വീണ്ടും വന്നിരുന്നു ഗൈസ്. അപ്പോൾ അത് എഴുതി കഴിയാനായി. നിങ്ങൾ ശ്രദ്ധിച്ചണമെന്ന് എനിക്കറിയില്ല ഗൈസ്, പക്ഷേ എനിക്കിപ്പോൾ ഒരു ശീലമുണ്ട്, ഞാൻ ഇടയ്ക്ക് പെണ്ണ് ഇങ്ങനെ ഇട്ട് കറക്കും. അതും ഇതിനിടയിൽ ജസ്റ്റ് സ്റ്റക്കായിട്ടുണ്ട്. അങ്ങനെ തീരൂല എന്ന് വിചാരിച്ച് ഹിസ്റ്ററി കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്തൊരു വർക്കുള്ളത് അതും ഹിസ്റ്ററിയിൽ തന്നെയാണ്. നമുക്ക് 2 സാറുമാരെടുക്കേണ്ട ഹിസ്റ്ററി, പക്ഷേ ഇത് 2 ചാപ്റ്റേഴ്സും ഒരു സാർ എടുത്തതാണ്. എന്നാലും ഇത് വേറെ ചാപ്റ്ററാണ്, അപ്പോൾ അതൊന്ന് മെയിൻ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക, അതൊക്കെ തന്നെയാണ് പരിപാടി. ഇത് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാനങ്ങനെ പഠിച്ച് പോകാറുണ്ട്. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യുന്നത് തന്നെ എനിക്കൊരു ടാസ്ക് ആയിട്ട് എടുക്കാൻ കാരണം അതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വായിച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് തലയിൽ കയറ്റി വെക്കും. ഭയങ്കരമായിട്ട് പഠിക്കില്ല, പിന്നെ പിള്ളേരൊക്കെ നല്ലോണം പഠിക്കുള്ളൂ. അങ്ങനെ ഇന്നത്തെ ഓൾമോസ്റ്റ് എല്ലാ ടാസ്കും കംപ്ലീറ്റ് ആയി. എനിക്ക് ഭയങ്കര സന്തോഷമായി. അത്യാവശ്യം പ്രൊഡക്റ്റീവായൊരു ദിവസമായിരുന്നു. ഇനി നമുക്ക് വായിക്കാനുള്ളതും ഞാനൊരു ടാസ്ക് ആക്കി എടുത്തു. കാരണം ഡെയിലി 10 പേജെങ്കിലും വായിക്കണം എന്നുള്ളൊരു ടാസ്ക് 2025 വെച്ചിരുന്നു. ഇത് വായിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് അതൊന്നും വലിയ കാര്യം തോന്നുന്നില്ല. പക്ഷെ ടൈം കിട്ടൂല, പിന്നെ ആ മൂഡും വരില്ല. ഞാൻ ഈ മെയ് കഴിയുമ്പോൾ ഞാൻ ജനുവരി മുതൽ മെയ് വരെ വായിച്ച എല്ലാ ബുക്കിൻ്റെയും ഒരു റിവ്യൂ കളക്ഷൻ പോലെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കമൻറ്റ്. അപ്പോൾ ഇത് കുഴപ്പമില്ലാതെ പ്രൊഡക്റ്റീവായ ഒരു ഡേ ആയിരുന്നു. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.